ഹലോ ഫ്രണ്ട്സ്, വൺ സ്പ്രിംഗ് നൈറ്റ് എന്ന ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജീഹു ആകട്ടെ ലിയോട് നീ ഞങ്ങളെ വിട്ടിട്ട് പോകുമോ എന്ന് ചോദിക്കുന്നതാണ്. നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ലീ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്ക് എന്നോടുള്ള ഫീലിംഗ്സ് ചേഞ്ച് ആകില്ല എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും, നിനക്ക് എന്നെ വിശ്വാസമല്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ വീണ്ടും അത് തന്നെയായിരുന്നു ചോദിക്കുന്നത്. എന്നോടുള്ള ഫീലിംഗ്സ് നിനക്ക് ചേഞ്ച് ആകാമല്ലോ, കാരണം ജീസോക്കിനോടുള്ള ഫീലിംഗ്സ് ഓൾറെഡി അവർക്ക് ചേഞ്ച് ആയതാണ്. എന്നോടുള്ള ഫീലിംഗ്സ് അതുപോലെ ചേഞ്ച് ആകാൻ സാധ്യതയില്ലേ? അങ്ങനെ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് ഇപ്പൊ തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാം, കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇവൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് ലീക്ക് മനസ്സിലായില്ല. ഞാൻ നിന്നെ അങ്ങനെ വിട്ടിട്ട് പോകുമോ എന്ന് നിനക്ക് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല എന്ന്. നീ ഒരുപാട് മദ്യപിച്ചിരിക്കെ ഇപ്പൊ നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങുന്നു. പാർക്കിനോട് അവൾ ചോദിക്കുന്നുണ്ട്, ഇവൻ എന്താ ഇത്ര പെട്ടെന്ന് പറ്റിയതെന്ന്, ഇവൻ ഇതുപോലെ മുൻപ് മദ്യപിച്ചിട്ടുണ്ടോ? എന്നാൽ പാർക്ക് പറയുന്നുണ്ട്, ഇത്രയും മദ്യപിക്കുന്നത് ആദ്യമായിട്ടാണ്, അതിന് കാരണം ഇവന്റെ എക്സ് ആയിട്ടുള്ള പെൺകുട്ടിയാണെന്ന്. ഞാൻ അതിനെപ്പറ്റി നിന്നോട് പറയണോ വേണ്ടോ എന്ന് അറിയാതെ നിൽക്കുകയാണ്. പാർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ലീ പറയുന്നുണ്ട്, എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട, ഞാൻ പോവുകയാണെന്ന്. ലീക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും എല്ലാം തന്നെ തോന്നുന്നുണ്ടായിരുന്നു. അവള് തന്റെ ഫ്ളാറ്റിലേക്ക് എത്താൻ നേരത്ത് അവളെ വെയിറ്റ് ചെയ്ത് ജീസോക്ക് അവിടെ തന്നെയുണ്ട്. എത്ര ഒഴിവാക്കിയിട്ടും വീണ്ടും വീണ്ടും അവനിങ്ങനെ പുറകെ വരുന്ന കാരണം അവളാകട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴും നീ പൂർണ്ണമായിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? ഞാൻ നിന്നെ ഒരിക്കൽ ചതിച്ചതല്ലേ, വീണ്ടും ചതിക്കില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? കാരണം ഒരു തവണ നിന്നെ സ്നേഹിച്ചിട്ട് ഞാൻ പിന്നീട് ജീഹുവിനോട് ഫീലിംഗ്സ് കാണിച്ചതാണ്. അതുപോലെ വീണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ തിരിച്ച് വേറെ ആരെങ്കിലും സ്നേഹിക്കാമല്ലോ. അങ്ങനെ എന്റെ ഫീലിംഗ്സ് ചേഞ്ച് ആകുമെന്നുള്ള പേടി നിനക്കുണ്ടോ? ജീഹു പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കിടക്കുന്ന കാരണമാണ് അവൾ ഇങ്ങനെയൊക്കെ ജീസോക്കിനോടും ചോദിക്കുന്നത്. നിനക്കെന്നെ വീണ്ടും വിശ്വസിക്കാൻ പറ്റുമോ എന്ന് അവള് ചോദിക്കുമ്പോൾ അവൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് എനിക്ക് പറ്റുമെന്നാണ് പറയുന്നത്. അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ ജീഹു ആകട്ടെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവന് തലേന്ന് നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അവൻ പാർക്കിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, തലേന്ന് ലീ എങ്ങനെ വീട്ടിൽ പോയത്, ഞാൻ അവളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ എന്ന്. അവൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. നിന്നെ യൂനുവിനെ വിട്ടിട്ട് അവള് പോകുമോ എന്നും അവളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ നീ അവളോട് ചോദിച്ചു. അത് കേട്ടതും ജീഹുവിന് ആകെ വല്ലാതെ. താൻ അവളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. മാത്രമല്ല ഇതിന് കാരണം യൂമിയാണെന്നുള്ള കാര്യം ഞാൻ അവളോട് പറയാനും തുടങ്ങി. എന്നിട്ട് നീ അവളോട് അതൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പാർക്ക് പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ അവള് സമ്മതിച്ചില്ല, അവൾക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. നീ ഇതിനെ വെറുതെ യൂമിയുടെ കാര്യമൊക്കെ അവളോട് പറയാൻ പോയത്, ശരിക്കും മണ്ടത്തരോ കാണിച്ചെന്നൊക്കെ ജീഹു പറയുന്നു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് ലീയെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഫോൺ സൈലന്റിലായിരുന്നു. കൊളീഗ് വന്ന് ഫോൺ കൊണ്ട് കൊടുത്തപ്പോഴേക്കും ആ കോള് കട്ടായി. അവൾ തിരിച്ചു വിളിക്കാനൊന്നും തന്നെ നിന്നില്ല. അവൾ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാരണം സോങ് വന്ന് അവളോട് സംസാരിക്കുന്നു. ലീയുടെ മനസ്സിലെ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീഹുവിന് ഇപ്പോഴും ആ പഴയ പെൺകുട്ടിയോട് ഫീലിംഗ്സ് ഉണ്ടോ ഇല്ലയോ എന്നതായിരുന്നു. അവളെങ്ങാനും വീണ്ടും അവന്റെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ടെൻഷനുമുണ്ട്. ഇവിടെ ജീഹുവിന് എന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ ജീസോക്ക് ആകട്ടെ അവൻ എന്നെ വിശ്വസിക്കാൻ പറ്റുമെന്നും പറയുന്നു. സോങ് അവളോട് പറയുന്നുണ്ട്, ഒരാളുടെ പാസ്റ്റിനെ പറ്റി നീ ഒരുപാട് അങ്ങ് ചിന്തിക്കാതിരിക്കുന്നതാ നല്ലത്. അവൻ ഇപ്പോൾ ജെനുവനാണെന്ന് നോക്കിയാൽ മാത്രം മതി. ലീ അവിടെ നിന്ന് ഇറങ്ങി ജീഹുവിന്റെ ഫാർമസിക്ക് അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അവളടിക്ക് കോൾ ചെയ്തെങ്കിലും അവൻ ഫോൺ എടുക്കാൻ പോലും പറ്റിയില്ല. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ അവളെ തിരിച്ചു വിളിക്കുന്നുണ്ട്. തലേന്ന് രാത്രി നീ സേഫ് ആയിട്ട് എത്തിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ എല്ലാത്തിനും ഒറ്റ വാക്കിലായിരുന്നു മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. അവന് മനസ്സിലായി അവൾക്ക് തന്നോട് ദേഷ്യമുണ്ടെന്ന്. ഇന്നലെ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ കുറച്ചധികം മദ്യപിച്ചു, അതിന്റെ പേരിൽ നീ എന്നോട് ദേഷ്യമൊന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സോറിയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഡിന്നർ കഴിക്കാൻ പോയാലോ, അല്ലെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വരുന്നു എന്നൊക്കെ അവൻ ചോദിക്കുന്നു. എന്നാൽ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. നമുക്ക് കഫേയിൽ വെച്ച് തന്നെ കാണാം. അവൾ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി നല്ല ദേഷ്യമുണ്ടെന്ന് അവൾക്ക്. കഫേയിലെത്തി കഴിഞ്ഞിട്ടും അവൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. തലേന്ന് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ പൂർണ്ണമായിട്ടും മറന്നുപോയിട്ടുണ്ട്. പാർക്ക് പറഞ്ഞ വിവരങ്ങൾ മാത്രമേ അവൻ അറിയൂ. എക്സാക്ട്ലി അവൻ എന്താണ് അവളോട് പറഞ്ഞതെന്ന് പോലും അവൻ അറിയില്ല. നീ എന്നെ യൂനുവിനെ വിട്ടിട്ട് പോകുമോ എന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല, അത് ഞാൻ അറിയാതെ പറഞ്ഞതാന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നാൽ അവൾ പറയുന്നുണ്ട്, എക്സാക്ട്ലി നീ പറഞ്ഞത് ഇതാണ്, നീയും എന്നെയും യൂനുവിനെ വിട്ടിട്ട് പോകുമോ എന്നാ നീ ചോദിച്ചത്. നീയും എന്ന് നീ എടുത്ത് പറയണമെങ്കിൽ ഓൾറെഡി യൂനുവിന്റെ അമ്മ, അതായത് നിന്റെ എക്സ് നിന്നെ വിട്ടിട്ട് പോയില്ലേ, അവളെ പോലെ തന്നെയാണോ ഞാനും എന്നാണ് നീ ചോദിച്ചത്. നിന്റെ ആ ഒരു വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. എന്ത് പറഞ്ഞ അവളെ ആശ്വസിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്റെ ഹൃദയം തുറന്ന് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ കാണിച്ചേനെ. ഒരിക്കൽ പോലും എനിക്ക് നിന്നെ വിശ്വാസമില്ലായ്മ ഒന്നും തന്നെയില്ല. മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിന്റെ പാസ്റ്റ് ഒരു നിമിഷമെങ്കിലും നമുക്കിടയിൽ വന്നപ്പോഴേക്കും ഞാൻ ആകെ തകർന്നു പോയെന്നൊക്കെ അവള് പറയാൻ തുടങ്ങി. രണ്ടുപേരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്ത് പറഞ്ഞ് പരസ്പരം ആശ്വസിപ്പിക്കുമെന്നറിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി. ഇവിടെ ജീസോക്കിനോട് അവന്റെ അച്ഛൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഇനി ലീയെ മറന്നു കളഞ്ഞേക്കാൻ, അവള് മാത്രമല്ലല്ലോ ഈ ലോകത്ത് പെണ്ണായിട്ടുള്ളത്. ലീയുടെ അടുത്ത് നിന്നും തിരിച്ച് ഫ്ളാറ്റിലേക്ക് എത്തിയെങ്കിലും ജീഹുവിനാകട്ടെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ച് അവളുടെ ഫ്ളാറ്റിലേക്ക് പോകുന്നു. കുറെ തവണ അവളെ ഫോൺ ചെയ്തെങ്കിലും ഫോൺ സൈലന്റിലായിരുന്നു. അവൾ അപ്പോഴേക്കും കിടന്നിട്ടുമുണ്ട്. അത് കാരണം അവൻ തിരിച്ചുപോയി. നേരെ പോയത് യൂനുവിന്റെ അടുത്തേക്കാണ്. അവന്റെ അമ്മയാകട്ടെ ലീയുടെ അമ്മയെ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവനോട് പറയുന്നുണ്ട്. അവര് നല്ല സ്ത്രീയാണെന്നൊക്കെ പറയുന്നു. അവൻ ആകെ സങ്കടത്തിലിരിക്കുകയായിരുന്നു ലീ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. യൂനുവിനോട് പോലും അവന് മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റിയിരുന്നില്ല. യൂനുവും ലീയെ പറ്റി തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലീയെ കാണാൻ അവളുടെ അമ്മ വരുന്നുണ്ട്. നീ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നീ അതിൽ ഹാപ്പി ആണെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. മര്യാദയ്ക്ക് ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കാൻ പോവാം. അവൾക്ക് അമ്മയോട് എന്ത് പറയണമെന്ന്
എന്താണെന്ന് അറിയില്ലായിരുന്നു. കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് അവരവളോട് പറയുന്നുണ്ട് അവൻ എന്നെ കാണാൻ വരാൻ തന്നെ നല്ല ചമ്മലുണ്ടാവും. കാരണം ഒരു കുട്ടിയൊക്കെയുള്ളത് കാരണം എന്നോട് കോൺഫിഡന്റ് ആയിട്ട് അവന് സംസാരിക്കാൻ പോലും പറ്റില്ല എന്ന് വരും. അങ്ങനെയൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് നീ അവനോട് ഓൾറെഡി തന്നെ പറയണം. നിന്നെ അവനെ വെച്ച് നോക്കുവാണെങ്കിൽ അവനാണ് നല്ല മെച്ചുവർ ആയിട്ടുള്ള ആള്. കാരണം അവനൊരു പേരന്റ് ആണ്. നിന്നേക്കാൾ പല കാര്യങ്ങളും അവന് നന്നായിട്ട് അറിയാം. ഇവിടെ പാർക്കാകട്ടെ ജീഹുവിന്റെയും ലീയുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ജെയിനോട് പറയുന്നുണ്ട്. അവൾ അത് കേട്ട് ഇങ്ങനെ ഞെട്ടിത്തടിച്ചിരിക്കുകയാണ്. അവൻ എന്നാലും അങ്ങനെയൊക്കെ ലിയോട് എന്തിനാ ചോദിച്ചത്? അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് അവസാനം ജെയിൻ ആകട്ടെ പാർക്കിനോട് പറയുക, ജീഹു ലീയും തമ്മിൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ നീയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കും. ഒന്നുമല്ലെങ്കിലും നീ അവന്റെ ഫ്രണ്ട് അല്ലേ, അതിന് നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോകുന്നതെന്ന് പാർക്ക് ചോദിക്കുന്നുണ്ട്. നിന്നെ ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് അവള് പറയുന്നത്. എന്റെ സിസ്റ്റർ എന്ന് തീരുമാനിക്കുന്നു അത് തന്നെയായിരിക്കും ഞാനും തീരുമാനിക്കാൻ പോകുന്നത്. ഇതൊക്കെ ചുമ്മാ അവളാകട്ടെ പാർക്കിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരുന്നു. ഇവിടെ സോയിനാകട്ടെ നാമനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിന്റെ മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഞാൻ നിനക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുക്കും, അല്ലെങ്കിൽ നിന്റെ പെറ്റേണൽ റൈറ്റ്സ് എല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു ഡിവോഴ്സിന് തയ്യാറാകണം. ഏതെങ്കിലും ഒരു തീരുമാനം നീ എടുത്തെങ്കിലേ പറ്റൂ. ഇവിടെ വീക്കെൻഡ് ആയിട്ടും ലീയും ജീഹും തമ്മിൽ കാണുന്നുണ്ടായിരുന്നില്ല. ജീഹു പറഞ്ഞ വാക്കുകൾ ലീയെ ഹേർട്ട് ചെയ്ത കാരണം ലീ ആകട്ടെ അവനോട് കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നില്ല. അവള് മിണ്ടാത്ത കാരണം ഇവിടെ അവനും വലിയ വിഷമത്തിലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചുമ്മാ അടി ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് ജെയിൻ ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞ വാക്ക് പിന്നെ എന്നെ ഹേർട്ട് ചെയ്യില്ലേ എന്നാണ് ലീ അവളോട് തിരിച്ചു ചോദിക്കുന്നത്. ഇവിടെ ഹ്യൂൻസും ജീസോക്കും സംസാരിക്കുന്ന സമയത്താകട്ടെ നിന്റെ ഫ്രണ്ട് ജീഹു ഓക്കെ അല്ലേന്നൊക്കെ ജീസോക്ക് ഹ്യൂൻസിനോട് ചോദിക്കുന്നുണ്ട്. ലീയും ജീഹുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ജീസോക്ക് അറിഞ്ഞു എന്നുള്ളതായിരുന്നു ഹ്യൂൻസിന്റെ സംശയം. അവനത് വിളിച്ച് ജീഹുവിനോട് പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ജീസോക്ക് അറിഞ്ഞോ, അല്ലെങ്കിൽ അവൻ അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താണ്? ജീസോക്കിന് ഓൾറെഡി ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് രാത്രിയാകിട്ട് ലീ അവനോട് അങ്ങനെ ചോദിച്ചില്ലേ നിനക്കെന്നെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. അതിൽ നിന്ന് മനസ്സിലായിരുന്നു ലീയും ജീഹുവും തമ്മിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന്. ജീസോക്ക് അറിഞ്ഞ സ്ഥിതിക്ക് അത് ഇവൻ മുതലെടുക്കാൻ ശ്രമിക്കുമെന്ന് ജീഹുവിനെ മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ ജീസോക്കിനെ വിളിക്കുന്നു. ഞാൻ നിന്റെ ഓഫീസിന്റെ താഴെയുണ്ട്, നീ താഴേക്ക് വരാൻ പറയുന്നുണ്ട്. അത്രയും പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ഇവിടെ ഹ്യൂൻസോക്കിട്ട് ജീഹുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന്. അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോഴേക്കും ജീസോക്ക് താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. ഹ്യൂൻസ് അവിടെ നിന്ന് മാറിക്കൊടുത്തു. ജീഹു ജീസോക്കിനോട് പറയുന്നുണ്ട് നീ കംപ്ലീറ്റ്ലി ലീയുടെ ലൈഫിൽ നിന്ന് ഒഴിവായി കൊടുക്കണം. വീണ്ടും അവളുടെ ലൈഫിലേക്ക് കയറി വരാൻ ശ്രമിക്കരുതെന്ന്. അതുപോലെ ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്നതും കാത്തിരുന്നിട്ട് അതിന്റെ ഇടയിലേക്ക് കയറി വരാൻ നിൽക്കണ്ട. എന്നാൽ അവൻ പറയുന്നത് നീയും അവളും ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ നിർത്താം. പക്ഷെ അങ്ങനെയല്ല പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങൾക്കിടയിലേക്ക് വരും. എന്നിട്ട് അവൻ പറയുന്നുണ്ട് വെറും ലവ് കൊണ്ട് മാത്രം അവളെ സാറ്റിസ്ഫൈ ചെയ്യാൻ നിനക്ക് സാധിക്കില്ല എന്ന്. എന്നെ പോലൊരു സമ്പത്തുള്ള ആളെയാണ് അവൾ ഇത്രയും കാലം ഡേറ്റ് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവളുടെ എക്സ്പെക്ടേഷനും അങ്ങനെ ഒരു ലെവലായിരിക്കും. നിനക്ക് അവളെ ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റില്ല. മാത്രമല്ല നിനക്കൊരു മകനും ഉണ്ട്, അത് നിന്റെ വീക്ക്നെസ് തന്നെയാണ്. അങ്ങനെയൊക്കെ ഒന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ജീഹുവിന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നീ വെറുതെ നിസ്സാരമായിട്ട് എടുക്കണ്ട. ശരിക്കും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് ഞാനിത് പറയുന്നത്. എന്റെ മകനെ കുറിച്ചോ അവനെ വേദനിപ്പിക്കുന്ന രീതിയിലോ ഒന്നും തന്നെ നീ ഇനി പറയാൻ പാടില്ല. ഞാൻ ഒന്നിനെയും പേടിക്കില്ല. എന്റെ മകൻ എന്റെ വീക്ക്നെസ്സേ അല്ല, അവൻ എന്റെ സ്ട്രെങ്ത് തന്നെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ലീയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ജീസോക്ക് ഒരു രീതിയിലും വിടാൻ തയ്യാറല്ലായിരുന്നു. അവനാകട്ടെ നേരെ ലീയുടെ അച്ഛനെ വിളിച്ചിട്ട് എന്റെ ലീയുടെയും കല്യാണം തീരുമാനിക്ക്, പെട്ടെന്നൊരു ഡേറ്റ് എടുക്കുന്നൊക്കെ പറയുന്നു. അയാൾക്ക് എന്ത് പറയണമെന്നറിയില്ല. ഇവൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പോലും അയാൾക്ക് മനസ്സിലായില്ല. ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അയാൾ ഫോൺ വയ്ക്കുന്നു. ലീയാകട്ടെ ജീഹുവിനെ കാണാൻ വേണ്ടിട്ട് ഫാർമസിയിലേക്ക് ചെന്നെങ്കിലും അവിടെ അവൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ ജീസോക്കാകട്ടെ ലീയുടെ അച്ഛനെയും അവന്റെ അച്ഛനെയും ഒരുമിച്ച് ഒരിടത്ത് ഡിന്നർ കഴിക്കാൻ വിളിക്കുന്നു. അവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു ഇവർ രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ടെന്ന്. പേരൻസിനെ തമ്മിൽ സംസാരിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്താനുള്ള തീരുമാനമായിരുന്നു അവന്റേത്. ലീ ജീഹുവിനെ സ്നേഹിക്കുന്നതൊന്നും തന്നെ അവന്റെ പ്രശ്നമായിരുന്നില്ല. ജീഹുവിന് ഒരിക്കലും അവളെ കിട്ടാൻ പാടില്ല, അവന്റെ മുൻപിൽ താൻ തോൽക്കാൻ പാടില്ല, അത് മാത്രമായിരുന്നു ജീസോക്കിന്റെ മനസ്സിൽ. ജീഹു ആകട്ടെന്ന് ജീസോക്കിനെ കണ്ട് പിന്നീട് ഹ്യൂൻസിന്റെ കൂടെ പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഫാർമസിയിലേക്ക് വരുന്നത്. അവന്റെ കൊളീഗ് അവനെ വഴക്കം പറയുന്നുണ്ട്. നീ കാണിക്കുന്നത് ശരിയല്ല, സമയത്ത് നേരത്തൊക്കെ വരണമെന്ന് പറയുന്നു. സോറി പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ നമ്മുടെ ലീ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് മിണ്ടാതിരുന്നിട്ട് അവർ ഇപ്പോഴാണ് നേരിൽ കാണുന്നത്. നീ എന്താ എവിടേക്ക് വന്നേ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ലെന്ന് അവൾ പറയുന്നു. സംസാരിക്കാൻ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഒരു മെഡിസിൻ വാങ്ങാൻ വന്നതാണെന്നാണ് അവൾ പറയുന്നത്. ഒരാൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു, എന്റെ ഹൃദയത്തിന് നല്ല വേദന, അതിനെ പറ്റിയ മെഡിസിൻ ഉണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനാകട്ടെ അവളെ കിസ് ചെയ്യുകയാണ്. അങ്ങനെ അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർന്നു. അവിടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി ഈ ഒരു ഡ്രാമയ്ക്ക് ഒരേ ഒരു എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. ലാസ്റ്റ് എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.